بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? സഹോദരന്മാർ, പള്ളി വിശാലമാണ്. അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ആ പവിത്രത സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് മുന്നിലേക്ക് അടുത്തിരിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം നടത്തി വരാറുള്ള ക്ലാസ് അതിൻ്റെ ഒരു ഭാഗമെന്ന നിലക്കാണ് ഇന്ന് നമ്മുടെ ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇവിടെ ഇസ്ലാഹി സെൻറ്ററിൽ ഇന്നൊരു വനിതാ സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് അള്ളാഹുവിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ബഹുമാന്യനായ മുഹമ്മദ് ഇദ്രീസ് സ്വലാഹി ആണ് നമ്മളെ ഇന്ന് ഈ ഉത്ബോധനത്തിന് വന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാഹി സെൻറ്ററിൻ്റെയും ജാലിയാത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഒഴിവ് കിട്ടുന്ന ഈ സന്ദർഭങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യത. അതുമാത്രവുമല്ല, പഠിച്ച കാര്യങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതും നമ്മുടെ കടമയാണ്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും, ഓരോ മുസ്ലിമും ഇസ്ലാമിൻ്റെ അംബാസഡർ ആവാൻ നാം സ്വയം സന്നദ്ധരാവേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളെ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കേണ്ട അവസ്ഥ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഒരുപാട് സംഘടനകളും സമൂഹവും പ്രവർത്തിക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുഴുവൻ ജീർണതകളിൽ സമൂഹത്തെ, അവരുടേതായ അനുയായികളെ തളച്ചിട്ട് അതാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യവും കടമയും കടപ്പാടും എല്ലാം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഇസ്ലാം എന്നതിനെക്കുറിച്ചും അതിൻ്റെ സമകാലിക വശങ്ങളെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ പണ്ഡിതൻ ഇദ്രീസ് സ്വലാഹി അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമയം എല്ലാവർക്കും വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ സമയം കൂടുതൽ ഞാൻ ഉപയോഗപ്പെടുത്താതെ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊരു സ്വീകരിക്കുന്ന ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തുക. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും. بسم الله الرحمن الرحيم. الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم
وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭവനത്തിലുള്ള ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ ഇൽമിൻ്റെ വിജ്ഞാനത്തിൻ്റെ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ആദ്യം പടച്ചത് നമുക്കറിയുന്നത് പോലെ സ്വർഗത്തിലേക്കാണ്. നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഉമ്മയായ ഹവ്വാ ഉമ്മയെയും അള്ളാഹു പടച്ചത് സ്വർഗത്തിലേക്കാണ്. പക്ഷേ സ്വർഗത്തിൽ പിശാചിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി അവരിൽ നിന്ന് വന്ന തെറ്റിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ, ആദമും ഹവ്വയും ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ, ഇനി ഈ സ്വർഗത്തിലേക്ക് ആദമിൻ്റെ മക്കൾക്ക് തിരിച്ചു വരണമെങ്കിൽ ചില നിർദ്ദേശങ്ങളും ചില ചിട്ടകളും വട്ടങ്ങളും വിശ്വാസങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ നാം പുറത്താക്കിയ ഈ സ്വർഗത്തിലേക്ക് ഇനി ആദമിൻ്റെ മക്കൾക്ക് തിരിച്ചു വരാൻ കഴിയൂ. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അങ്ങനെ ആരെങ്കിലും ഈ ശരിയായ മാർഗദർശനം പിന്തുടരുകയാണെങ്കിൽ ഫലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും ദുഃഖിക്കേണ്ടിയും വരില്ല. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലേക്കാണെങ്കിൽ പിശാച് ആ മനുഷ്യൻ്റെ ശത്രുവാണെന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തെങ്കിലും ആദം നബിയിൽ നിന്ന് വന്ന ആ തെറ്റിൻ്റെ ഭാഗമായിട്ട് അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു. ഇനി ആ സ്വർഗത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ മനുഷ്യ മക്കൾ ചില വിശ്വാസവും ചില ചിട്ടകളും വട്ടങ്ങളും കർമ്മങ്ങളും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആ ഹിദായത്തിൽ മുന്നോട്ട് പോയാലേ ഇനി ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയൂ. ഫമൻ തബിഅ, സന്മാർഗത്തെ ആരെങ്കിലും പിന്തുടർന്നാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അവരൊരിക്കലും ഭയപ്പെടേണ്ടി വരില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, മനുഷ്യന്മാർ ഇന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് മാർഗത്തിലൂടെ പോയാലാണ് സത്യത്തിലേക്ക് എത്തുക. പലരും ബഹുദൈവ വിശ്വാസം തെരഞ്ഞെടുത്തു, മറ്റു പലരും ഈസാ നബി അള്ളാഹുവിൻ്റെ പുത്രനായി കണ്ട് ആ പുത്രനാണ് നമുക്ക് വേണ്ടി കുരിശിലേറി എന്ന് പറഞ്ഞ് ക്രൈസ്തവതയിലേക്ക് പോയി. മറ്റു പലരും ഉസൈർ ഇബ്നുല്ലാഹ്, അള്ളാഹുവിൻ്റെ മകനാണ് ഉസൈർ എന്ന് പറഞ്ഞ് ജൂതനായിപ്പോയി. മറ്റു പലരും കല്ലും മുള്ളും മുരടുമൊക്കെ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞ് ബഹുദൈവ വിശ്വാസിയായിപ്പോയി. മറ്റൊരു പലരും ഈ സൃഷ്ടാവ് ലോകം സൃഷ്ടിച്ച റബ്ബാണ്, ആ റബ്ബിനോട് മാത്രമാണ് സ്നേഹിക്കേണ്ടത്, സഹായം തേടേണ്ടത്, ആ റബ്ബിനോടാണ് രക്ഷ തേടേണ്ടത് എന്ന് പറഞ്ഞ് മുവഹ്ഹിദുകളായി. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ തന്നെ പല സഹോദരന്മാരും മഹാന്മാരോടും മരിച്ചവരോടും പ്രവാചകന്മാരോടും സഹായം തേടിയാൽ അത് ശിർക്കല്ല, അത് ബഹുദൈവാരാധനയിൽ പെടില്ല എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകളെല്ലാവരും പരിഭ്രാന്തരായി. ഏതാണ് സത്യമെന്ന് പറയുന്നത്? ഹൈന്ദവതയാണോ, ക്രൈസ്തവതയാണോ, ജൂതമതമാണോ, ജൈനമതമാണോ, അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആയിരക്കണക്കിന് ആവാന്തര വിഭാഗങ്ങളാണോ സത്യം? ഈ സത്യത്തെ കണ്ടെത്തൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ഒരിക്കൽ ഒരു മണൽപ്പരപ്പിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് റസൂലുള്ള ഒരു നേർരേഖ വരച്ചു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഒരു ബിന്ദുവിൽ നിന്ന് ഞാൻ മറ്റൊരു ബിന്ദുവിലേക്ക് വരച്ച ഈ നേർരേഖയുണ്ടല്ലോ,
ഇതാണ് ഹാദാ സബീലുള്ളാഹ്, ഇതാണ് അള്ളാഹുവിൻ്റെ മാർഗം. സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലിഹി, എന്നിട്ട് റസൂലുള്ള ഇടത്തും വലത്തുമായിട്ട്, ആ നേർരേഖയുടെ ഇടത്തും വലത്തുമായിട്ട് കുറേ രേഖകൾ വരച്ചു. സുമ്മ ഖാല ഹാദാ സുബുലുൻ, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇതും മാർഗങ്ങളാണ്, ഇതും മാർഗങ്ങളാണ്. വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ, ഈ നേർരേഖൻ്റെ അപ്പുറം ഞാൻ ഇടത്തും വലത്തും വരച്ച മാർഗങ്ങളുണ്ടല്ലോ, ഇതും മാർഗങ്ങളാണ്. പക്ഷേ ഈ മാർഗങ്ങളുടെ കുഴപ്പമെന്താ? അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ, ഓരോ മാർഗത്തിലും ഒരു പിശാച് ഒളിഞ്ഞിരിക്കുന്നു. യദ്ഉ ഇലൈഹി, അവൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇടത്തും വലത്തും വരച്ച ഈ മാർഗങ്ങളിൽ പിശാച് ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വരക്കാൻ കഴിയുന്നത് നേർരേഖയാണ്. വത്തലാഹാദിഹിൽ ആയ, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് സൂറത്തു അൻആമിലെ 150-ാമത്തെ ആയത്തോതി, വഅന്നഹാദാ സിറാത്തി മുസ്തഖീമാ, മനുഷ്യന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ശരിയായ മാർഗം. ക്രൈസ്തവതയല്ല, ജൂതമതമല്ല, ബഹുദൈവ വിശ്വാസമല്ല, വേറെ ഏതെങ്കിലും മതമല്ല. വഅന്നഹാദാ സിറാത്തി മുസ്തഖീമാ, ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് വരച്ച ഈ മാർഗമുണ്ടല്ലോ, ഇതാണ് ശരിയായ മാർഗം. ഫത്തബിഉ, ആ മാർഗത്തെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. വലാ തത്തബിഉ സുബുല, ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ പല ആദർശങ്ങളും മതങ്ങളും വിശ്വാസങ്ങളും അതേപോലെ തന്നെ ദർശനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിങ്ങൾ കാണും. പക്ഷേ വലാ തത്തബിഉ സുബുല, അത്തരം മാർഗങ്ങളെയും മതങ്ങളെയും വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും നിങ്ങൾ പിന്തുടരരുത്. ഫതഫറഖ ബിക്കും, അപ്പോൾ എന്ത് സംഭവിക്കും? മുസ്ലിങ്ങളെ, നിങ്ങൾ ഭിന്നിച്ചു പോകും. അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. അള്ളാഹുവിൻ്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ, മറ്റു സുബലിൻ്റെ മറ്റു മാർഗങ്ങളുടെ പിന്നാലെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഫതഫറഖ ബിക്കും അൻ സബീലിഹി, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഭിന്നിച്ചു പോകും. ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ അവൻ നൽകിയിട്ടുള്ള ഉപദേശമാണിത്. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള ഉപദേശമാണിത്. അതുകൊണ്ട് ഏത് മാർഗത്തിൽ പോയാലാണ് സ്വർഗത്തിലെത്തുക എന്ന് ചിന്തിക്കുന്ന സഹോദരന്മാരെ, അള്ളാഹു നമുക്കൊരു മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ആ മാർഗത്തിലൂടെയാണ് നാം പിൻപറ്റുന്നതെങ്കിൽ നാം ആരെയും പേടിക്കണ്ട. ഒരു ശക്തിയെയും ആ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നാം പേടിക്കണ്ട. വലാ ഹും യഹ്സനൂൻ, ആ മാർഗത്തിൽ സഞ്ചരിച്ചവരാരും ദുഃഖിക്കേണ്ടിയും വരില്ല. അതാണ് ഇസ്ലാമിൻ്റെ മാർഗം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കുന്ന മതമാണ് ഇസ്ലാം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ ഫലൻ യുഖ്ബല മിൻ, ആരെങ്കിലും ഇസ്ലാമല്ലാത്തൊരു മതത്തെ വിശ്വാസമായി സ്വീകരിച്ചാൽ അവൻ്റെ ഒരു കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. വറളീതു ലക്കും ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അതല്ലാത്തൊരു മതം, അതല്ലാത്തൊരു വിശ്വാസം നമ്മുടെ മനസ്സിലോ നമ്മുടെ പ്രവർത്തനങ്ങളിലോ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ആരെല്ലാം ശബ്ദിച്ചാലും എന്തെല്ലാം സംസാരിച്ചാലും ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ്. എല്ലാ കാലങ്ങളിലും പ്രവാചകന്മാര് പറഞ്ഞത് എല്ലാം ഈ സത്യമാണ്. ഫദാലിക്കുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ്, നിങ്ങളുടെ രക്ഷിതാവ് അവനാണ് സത്യം. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലല്ലാൽ, ഈ സത്യത്തിന് ശേഷമുള്ളതെല്ലാം വഴികേടാണ്. എല്ലാ മതവും ശരിയാണെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. മറിച്ച് ശരിയേതാ? അള്ളാഹുവിൻ്റെ റസൂൽ ഖാത്തമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചെയ്തത്, അംഗീകരിച്ചത്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ സൂറത്ത് ഫാത്തിഹ മുതൽ സൂറത്ത് നാസ് വരെയുള്ള
114 സൂറത്തുകളിൽ പറഞ്ഞതാണ് ശരി. അതിനപ്പുറം ഒരു ശരിയില്ല, അതിൻ്റെ അപ്പുറം ഒരു ശരിയില്ല. ആ സത്വബോധം എൻ്റെ ഗ്രന്ഥമാണ്, എൻ്റെ റബ്ബിൻ്റെ ഗ്രന്ഥമാണ്, ഞാൻ വായിക്കേണ്ട ഗ്രന്ഥമാണ് ഖുർആൻ. മുഹമ്മദ് റസൂലുള്ള എൻ്റെ പ്രവാചകനാണെന്ന് പറയുന്നതിലും സത്യം മറ്റൊന്നില്ല. അതുകൊണ്ട് ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ. സൂറത്ത് യൂനുസിൽ അല്ലാഹു ചോദിക്കുന്നു, ഈ സത്യത്തിന് ശേഷം എല്ലാം ഉള്ളതെല്ലാം വഴികേടാണ്, സത്യം ഒന്നേ ഉള്ളൂ. ചില സഹോദരന്മാര് പ്രസംഗിക്കാറുണ്ട്, എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. മതങ്ങളെന്ന് പറയുന്നത് കടലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത നദികളാണ്. അതുകൊണ്ട് എല്ലാ നദിയും ചേരുന്നത് കടലിലാണ്. അതുകൊണ്ട് എല്ലാ മതവും ശരിയാണെന്നൊക്കെ ചില മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ചില സഹോദരന്മാര് പ്രസംഗിക്കാറുണ്ട്. മതസൗഹാർദ്ദം എന്നതൊരിക്കലും മതങ്ങളുടെ ലയനമല്ല, ഒരു മതം മറ്റൊരു മതത്തിൽ പോയി ലയിക്കലല്ല, മറിച്ച് മതവിശ്വാസികൾ തമ്മിലുള്ള സൗഹാർദ്ദമാണ് വേണ്ടത്. ഒരു മതത്തിനും മറ്റൊരു മതത്തിൽ ലയിക്കാൻ കഴിയില്ല. എല്ലാ മതവും ശരിയാവുമെന്ന് പറയാൻ ഒരു മതവിശ്വാസിക്ക് കഴിയില്ല, പ്രത്യേകിച്ച് മുസ്ലിമിന് കഴിയില്ല. അഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ. ഇസ്ലാമിന് ശേഷമുള്ളതെല്ലാം വഴികേടാണെന്നാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം. അതുകൊണ്ട് എല്ലാ നദികളും കടലിൽ ചേരുന്നത് ശരിയാകാം, അത് പ്രകൃതിയുടെ നിയമമാണ്. ആ നദികളുടെ നിയമമെടുത്ത് മതത്തിന്റെ കാര്യത്തിൽ സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർവമത സത്യവാദത്തിന്റെ ആളുകളുണ്ട്, സഹോദരന്മാരുണ്ട്. എല്ലാ മതങ്ങളും സത്യമാണ്, ഇസ്ലാം അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത് അള്ളാഹു പ്രവാചകനിലൂടെ ഇറക്കിയ നിയമമാണ്. അൽ ഹലാലു ബയ്യനുൻ വൽ ഹറാമു ബയ്യനുൻ. ഹലാലും ഹറാമും അത് വ്യക്തമാക്കി വേർതിരിച്ചിട്ടുണ്ട്. ആ നിയമത്തിൽ എന്തെല്ലാം ഇസ്ലാമിൻ്റെതായി വന്നിട്ടുണ്ടോ അതെല്ലാം പ്രവാചകന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ 23 വർഷത്തെ ജീവിതത്തിൽ എന്തെല്ലാമോ ഇസ്ലാമിന്റെ നിയമമായി വന്നത് അള്ളാഹുവിന്റെ റസൂൽ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഉത്തമമായ നൂറ്റാണ്ടുണ്ടായി മുസ്ലിങ്ങൾക്ക്. പ്രവാചകൻ ജീവിക്കുന്ന നൂറ്റാണ്ട്. അബൂബക്കർ സിദ്ദീഖും ഉമറും അലിയും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവർ ഈ മതത്തിന്റെ പൂർത്തീകരണം നമുക്ക് കാണിച്ചു തന്നു. അള്ളാഹുവിന്റെ റസൂൽ 23 വർഷം പ്രവാചകനായി ജീവിച്ചു. ഖുലഫാ റാഷിദുകൾ അബൂബക്കർ സിദ്ദീഖ് മുതൽ അലി ഇബ്നു അബീ താലിബ് വരെയുള്ള മഹാന്മാർ, റസൂലുള്ളാഹിക്ക് ശേഷം ബഹുമാനപ്പെട്ട സഹാബത്ത്, അവരെ 30 വർഷം ഈ ദീനിന്റെ പൂർണ്ണത സമൂഹത്തിന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ മതം താഴ്വഴിയായി മുസ്ലിങ്ങൾക്ക് കിട്ടി. പ്രവാചകനിൽ നിന്ന് പ്രവാചകനെ കേട്ട സഹാബക്കൾ, ആ സഹാബാക്കളിൽ നിന്ന് പഠിച്ച താബിഈകൾ, അങ്ങനെ അവർ കൃത്യമായിട്ട് ഈ മതത്തിന്റെ രൂപം എല്ലാവരിലേക്കും എത്തിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദി ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളുടെ ഹൃദയത്തിലേക്ക് നോക്കി. അള്ളാഹു അവന്റെ അടിമകളുടെ ഹൃദയത്തിൽ നോക്കിയപ്പോ ഏറ്റവും ബഹുമാനപ്പെട്ട, ഏറ്റവും തങ്കപ്പെട്ട, ഏറ്റവും ഗുണപ്പെട്ട ഹൃദയം, ഏറ്റവും ശ്രേഷ്ഠമായ ഹൃദയം അത് മുഹമ്മദ് നബിയുടെ ഹൃദയമായിരുന്നു. ഫസ്തഫൈനാഹു, ആ പ്രവാചകനെ അള്ളാഹു പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തു. ഫഅത്ബഅതുഹു ബിരിസാലതിഹി, ആ പ്രവാചകന് അള്ളാഹു റിസാലത്ത് കൊടുത്തു, റസൂൽ എന്ന പദവി കൊടുത്തു. ثم نظر في قلوب العباد بعد قلب محمد, മുഹമ്മദ് നബിയുടെ ഹൃദയത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഹൃദയം ഏതാണെന്ന് അള്ളാഹു നോക്കിയപ്പോ فوجد قلوب أصحابه خير قلوب العباد, അള്ളാഹു കണ്ടത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഹൃദയം ആ പ്രവാചകന്റെ സഹാബത്തിന്റെ ഹൃദയമാണ്. പ്രവാചകന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന് ശേഷം മഹത്വമുള്ളത് അബൂബക്കർ സിദ്ദീഖാണ്. അതേപോലെ തന്നെ അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് ഭൂമിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യപ്പെട്ട മഹത്തായ സഹാബികൾ. ആ സഹാബികളാണ് 7-ാം നൂറ്റാണ്ടിന്റെ അറേബ്യൻ ഊഷര ഭൂമിയിൽ വെച്ച് ഈ മതം ത്യാഗങ്ങൾ സഹിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ബദറിലും മുഹദിലും തുടങ്ങി 27ഓളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത് ഈ മതം നമുക്ക് എത്തിച്ചു തന്നവരാണവർ. റസൂലുള്ളാഹി പറയുന്നു, എൻ്റെ ഹൃദയത്തിന് ശേഷം ഏറ്റവും
സറഫാക്കപ്പെട്ട ഏറ്റവും ഫളിലാക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഹൃദയം എന്റെ സഹാബത്തിന്റെ ഹൃദയമാണ്. ഫജഅലഹും വുസറാഅ നബിയിഹി, അതുകൊണ്ട് തന്നെ എന്റെ സഹാബത്തിന് അവരുടെ പ്രവാചകന്മാരുടെ പ്രതിനിധികളായി അള്ളാഹു നിയമിച്ചു. ഈ ലോകത്ത് പ്രബോധനം ചെയ്യാൻ, ഈ ലോകത്ത് പ്രബോധനം നിർവഹിക്കാൻ ആ സഹാബത്തിനെയാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത്. അബീ ബുർദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഖാല ഫറബ റഅസഹു ഇല സമാഇ വകാന കസീറൻ മിമ്മാ യർഫഉ റഅസഹു ഇല സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കണ്ണുയർത്തി പലപ്പോഴും നടക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഫഖാല, നബി പറഞ്ഞു, ആകാശത്തിലേക്ക് കണ്ണുയർത്തിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ, ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആകാശത്തിന്റെ സംരക്ഷണമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ യുഅദ്, ഈ നക്ഷത്രങ്ങൾ നശിച്ചു പോകുമ്പോ ആകാശം നശിച്ചു പോകും. വഅന അമനത്തുൽ ലിഅസ്ഹാബി, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആകാശങ്ങൾക്ക് നക്ഷത്രങ്ങളെ പോലെയാണ് ഞാൻ എൻ്റെ സഹാബത്തിന്. ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ തുഅദൂൻ, ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ സഹാബത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകും. വഅസ്ഹാബി അമനത്തുൽ ഉമ്മത്തി, എൻ്റെ സഹാബത്ത് എന്ന് പറയുന്നത് ഈ എൻ്റെ സമൂഹത്തിന്റെ സംരക്ഷണമാണ്. ആകാശത്തിന് നക്ഷത്രങ്ങളെ പോലെ ഞാൻ എൻ്റെ സഹാബത്തിനെ പോലെ, എൻ്റെ സഹാബത്ത് നിങ്ങളുടെ സംരക്ഷണമാണ്. ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ സഹാബത്ത് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോയതോടുകൂടി എൻ്റെ സമൂഹത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, വലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിന് നിങ്ങൾ ചീത്ത പറയരുത്. അബൂബക്കർ സിദ്ദീഖ് മുതൽ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ, ആരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഹൃദയമാണ് അബൂബക്കർ സിദ്ദീഖ്. ഈ ഭൂമി ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, അള്ളാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ ഒരു കൊട്ടാരം കണ്ടു, ഒരു പളുങ്ക് കൊട്ടാരം. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, പ്രവാചകരെ, സ്വർഗത്തിലുള്ള ഈ കൊട്ടാരം താങ്കളുടെ സഹാബിയായ ഉമർ ബിൻ ഖത്താബിന്റെ കൊട്ടാരമാണ്. റസൂലുള്ള ഭൂമി ലോകത്ത് വന്നപ്പോൾ ഉമറിനോട് കഥ പറഞ്ഞു, ഉമറേ, സ്വർഗത്തിൽ നിനക്കൊരു കൊട്ടാരം കണ്ടു ഞാൻ, ആ കൊട്ടാരത്തിലേക്ക് കയറാൻ ഞാൻ ഭയപ്പെട്ടു, ഉമറെങ്ങാണ്ടും എന്നോട് ദേഷ്യപ്പെടുമോ എന്ന് വിചാരിച്ച് ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സഹാബി, അതേപോലെ തന്നെ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, സിദ്ദീഖിന്റെ മകൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ, അവരെ സംബന്ധിച്ചൊരു അപരാധം പറഞ്ഞപ്പോ ആകാശ ലോകത്ത് നിന്ന് ആയത്തിറങ്ങുന്നു, ഉപരിലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ആയത്തുകൾ ആയിഷ ഉമ്മയുടെ കാര്യത്തിൽ ഇറങ്ങുന്നു. സൂറത്തുന്നൂറിലെ 11 ആയത്തുകൾ, സൂറത്തുന്നൂറിലെ 11 ആയത്തുകൾ ആ മഹദിയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെയുള്ള ആയത്തുകളാണ്. അതാണ് റസൂലുള്ളാഹിന്റെ സഹാബത്ത്. ഖദീജ ഉമ്മ ഒരിക്കൽ വീട്ടിലാണ്. അള്ളാഹുവിന്റെ റസൂല് ഖദീജ ഉമ്മയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഖദീജ, ജിബ്രീൽ എൻ്റെ അടുത്ത് വന്നിരുന്നു, അള്ളാഹു നിനക്ക് സലാം പറഞ്ഞയച്ചിട്ടുണ്ട് ഖദീജ, നിന്നോട് സലാം പറയാൻ, ആ സലാം നിന്നെ അറിയിക്കാൻ ജിബ്രീൽ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഖ്രി അലൈഹിസ്സലാം, അള്ളാഹു സലാം പറഞ്ഞയച്ച മഹദിയാണ് ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് ആരോരുമില്ലാതെ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഷ്ടപ്പെട്ട സമയത്ത് റസൂലുള്ളാഹിന്റെ മുന്നിലും പിന്നിലും റസൂലുള്ളാഹിന്റെ വലതും ഇടതു നിന്ന് ഈ ഇസ്ലാമിനെ സംരക്ഷിച്ചവർ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വലാ തസുബ്ബു അസ്ഹാബി, എന്റെ സഹാബത്തിനെ നിങ്ങൾ ഒരിക്കലും ചീത്ത പറയരുത്. 1000-ഓളം വരുന്ന ബദർ യുദ്ധത്തിൽ ഖുറൈശികൾക്ക് മുമ്പിൽ 313ന്റെ ചങ്കൂറ്റമാണ് വിജയിച്ചത്. ആയുധത്തിന്റെ ശക്തിയായിരുന്നില്ല, അവരുടെ അടുത്ത് ഉണ്ടായിരുന്നത് 2 പടയങ്കിയും 2 കുതിരയുമായിരുന്നു. എന്നിട്ടും ആ 313 സഹാബത്ത് 1000-ഓളം വരുന്ന ഖുറൈശികളെ പരാജയപ്പെടുത്തിയ ചങ്കൂറ്റം. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളൊരു ഉഹദ് മലയോളം ഇസ്ലാമിന് വേണ്ടി കൊടുത്തു, എന്റെ സഹാബത്ത് ഒരു മുദ്ദാണ് കൊടുത്തതെങ്കിൽ, ഇതുപോലൊരു കോരിയാണ് കൊടുത്തതെങ്കിൽ
നിങ്ങൾ കൊടുത്ത ഉഹുദ് മലയോളം ഇസ്ലാമിന് കൊടുത്തതിലും പ്രഗൽഭമുള്ളത്, ശ്രേഷ്ഠമുള്ളത് അള്ളാഹുവിന്റെ അടുത്ത് എന്റെ സഹാബത്ത് കൊടുത്ത ഈ ഒരു കോരിയാണ്. അത്രയും മഹാന്മാരാണ് സഹാബത്ത്. ആ സഹാബത്തിന്റെ മാർഗമാണ് സഹോദരന്മാരെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇന്ന് വ്യത്യസ്ത മാർഗങ്ങളും വ്യത്യസ്ത രൂപവുമായിട്ട് പല ആളുകളും നമ്മുടെ അടുത്ത് വരുന്നു. യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നമ്മോട് പറഞ്ഞു, അവസാന കാലത്ത് പല ആളുകളും നിങ്ങളുടെ അടുത്ത് വരും. യഅ്തൂനകും ബിഅഹാദീസിൻ മാ ലം യസ്മഉ അൻതും വലാ ആബാഉകും. യകൂനു ഫീ ആഖിരിസ് സമാനി, അവസാന കാലത്ത് ലോകത്തുണ്ടാകും ദജ്ജാലൂന, കള്ളന്മാർ, കദ്ദാബൂന, നുണയന്മാരായ ആളുകൾ ലോകത്തേക്ക് വരും. യഅ്തൂനകും ബിഅഹാദീസ് യഅ്തൂനകും അഹാദീസൻ ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരോ കേൾക്കാത്ത കഥകളുമായിട്ട് പല കള്ളന്മാരും ദജ്ജാലുകളും ഈ സമുദായത്തിൽ വിലസും. എന്നിട്ട് റസൂലുള്ളാഹി സത്യവിശ്വാസികളോട് പറയുന്നു, ലാ യുളില്ലൂനകും വലാ യുഫ്തിനൂനകും ഫഇയ്യാകും. നിങ്ങൾ അവരെ സൂക്ഷിക്കണം, അവരുടെ കെണിയിൽ അവരുടെ കഥകളിൽ നിങ്ങൾ പെട്ടുപോകരുത്. അവരൊരിക്കലും നിങ്ങളുടെ വിശ്വാസത്തിൽ ഫിത്നയുണ്ടാക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറയാത്ത കഥകളാണെന്ന് പ്രചരിക്കുന്നത്. ഏതുവരെ? അള്ളാഹുവിന്റെ റസൂലിനെ ആലുവയിൽ വെച്ച് കണ്ട് എന്നുവരെയുള്ള കള്ളക്കഥകൾ പടച്ചുവിടുന്ന കദ്ദാബൂന ദജ്ജാലൂന. ഹൗദുൽ കൗസറിന് പോയപ്പോ ഉസ്താദിനെ കാണാത്തതിന്റെ പേരിൽ കൗണ്ടറിൽ നോക്കുമ്പോ ഉസ്താദ് ഹൗദുൽ കൗസർ ഉള്ളവർക്ക് ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നു എന്ന കള്ള സ്വപ്നം കണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ദജ്ജാലൂന കദ്ദാബൂന, കള്ളന്മാരും നുണയന്മാരുമായ ആളുകള് ഈ സമൂഹത്തിൽ വരും. എന്നിട്ടോ യഅ്തൂനകും, അവർ നിങ്ങളുടെ അടുത്തിട്ട് വന്നിട്ട് അഹാദീസും ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ കേൾക്കാത്ത കഥകളുമായിട്ടാണ് അവർ വരുന്നത്. നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ കേൾക്കാത്ത കഥകളുമായിട്ടാണ് അവർ വരുന്നത്. മറിച്ച് ഈ സഹാബത്തോ അവര് പ്രവാചകനിൽ നിന്ന് കേട്ട കഥയാണ് നമുക്ക് പറഞ്ഞു തന്നത്. പ്രവാചകനിൽ നിന്ന് കേട്ട ഖുർആനും ഹദീസുമാണ് അവർ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഈ സഹാബത്താണ് നമ്മുടെ മുൻഗാമികൾ. ആരാണ് സലഫ് എന്ന് പറയുന്നത്? മുൻഗാമി എന്നാണ് അറബിയിൽ സലഫ് എന്നുള്ള വാക്കിനർത്ഥം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. മുസ്ലിങ്ങളെ, നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ, വിശ്വാസങ്ങൾ, അതേപോലെ തന്നെ ആചാരങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്ത നൂറ്റാണ്ട്, പിന്നെ അടുത്ത നൂറ്റാണ്ട്, ഇങ്ങനെ 3 നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ടുകൾ. ഈ നൂറ്റാണ്ടിൽ എന്താണോ ദീന്, അതാണ് ദീന്. അവരാണ് നമ്മുടെ മുൻഗാമികൾ. സലഫ് എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം എന്താ? മുൻഗാമി എന്നേ ഉള്ളൂ. സലഫി എന്ന് പറഞ്ഞാൽ ആ മുൻഗാമിയെ പിൻപറ്റുന്നവരാണ് സലഫികൾ. ആ മുൻഗാമിയെ ആരാണോ പിൻപറ്റുന്നത് അവരെയാണ് സലഫിയ്. മുൻഗാമിയെ പിൻപറ്റുന്നവൻ, സഹാബത്തിനെ പിൻപറ്റുന്നവൻ, അബൂബക്കർ സിദ്ദീഖിനെയും ഉമറിനെയും ഉസ്മാനെയും അലിയിനെയും ആയിഷ ഉമ്മയെയും ഖദീജ ഉമ്മയെയും ബിലാലിനെയും മിസ്അബിനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ സഹാബത്തിനെ പിൻപറ്റുന്നവർക്കാണ് സലഫി, മുൻഗാമി എന്ന് പറയുന്നത്. ആ ഒരു പദത്തെയാണ് ഇന്ന് മുസ്ലിം പല മീഡിയകളും വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നത്. സലഫി എന്ന് പറഞ്ഞാൽ, സലഫി എന്ന് പറയുന്നത് ഒരു ഭീകരതയുടെ വാചകമല്ല. സലഫിയത്തെ പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരും ഭീകരതയുടെ രൂപമല്ല. ലോകത്ത് ഇസ്ലാമിനെ തകർക്കാൻ എന്തെല്ലാം ഭീകരവാദികളും തീവ്രവാദികളും ലോകത്ത് വന്നിട്ടുണ്ടോ അന്നെല്ലാം അതിനെ പ്രതിരോധിച്ചത് സലഫികളായിരുന്നു. ഇസ്ലാമിന്റെ ഭീകരതയും തീവ്രതയുടെയും പേരിൽ വന്ന സംഘങ്ങൾ, ആ സംഘങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് സലഫി നാടുകളായിരുന്നു. നമ്മുടെ രാജ്യത്ത് പല തീവ്രവാദ സംവിധാനങ്ങളും ഉണ്ടായി, അതിലൊന്നും സലഫികൾ ഉണ്ടായിരുന്നില്ല. ഈ സൗദി അറേബ്യ പോലെയുള്ള സലഫികൾ നിയന്ത്രിക്കപ്പെടുന്ന രാജ്യത്തും പല രൂപത്തിലുള്ള ഭീകര സംവിധാനങ്ങൾ ഉണ്ടായി. അൽ ഖായിദ പോലെ, ദാഇഷ് പോലെയുള്ള മുത്തതരിഫുകൾ, തീവ്രവാദികൾ ഈ രാജ്യത്തുണ്ടായപ്പോ ആ രാജ്യത്തിനെതിരെ ഈ രാജ്യത്തെ ഭരണാധികാരികളും ഈ രാജ്യത്തെ പണ്ഡിതന്മാരും ഒന്നിച്ചെതിർത്തു.
അവർ പൊട്ടിച്ചത് അൽ ഖുബറിലായിരുന്നു. അവർ ഭീകരാക്രമണം നടത്തിയത് അൽ ഖുബറിലും അതേപോലെ തന്നെ ദമാമിലും അതേപോലെ തന്നെ റിയാദിലും ജിദ്ദയിലും ഒക്കെ ആയിരുന്നു. അവരാരും പൊട്ടിച്ചത് ഇറാനിലോ അതല്ലെങ്കിൽ ഇസ്രായേലിലോ ആയിരുന്നില്ല. എവിടെയാണോ സലഫികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഗവൺമെന്റുകളുള്ളത്, ഭരണ സംവിധാനങ്ങളുള്ളത്, അവരെ തകർക്കാനാണ് ലോകത്തിൽ എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും വന്നത്. ഇസ്ലാമിന്റെ പേരിലുള്ള എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും വന്നത്. എന്നിട്ട് ആ തീവ്രവാദം സലഫികളുടെ മേലിൽ കുത്തിവെക്കുകയാണ്. സലഫികൾ എന്ന് പറയുന്നത് ശരിയായ ദീന് മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഭാഗമാണ്. അതല്ലാത്തൊരു ലക്ഷ്യവും സലഫികളെ സംബന്ധിച്ചിടത്തോളം ലോകത്തില്ല. മുൻഗാമികൾ എന്താണോ പ്രചരിപ്പിച്ചത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ജയിലിലാണ്. ആ സമയത്ത് അബ്ദുൽ അസീസ് രാജാവ് ഒരു സ്വപ്നം കാണുന്നു. അന്നാട്ടിലെ ഈജിപ്തിലെ രാജാവായ അസീസ് ഒരു സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നം? 7 തടിച്ച പശുക്കൾ 7 മെലിഞ്ഞ പശുക്കളെ തിന്നുന്നു. 7 ഉണങ്ങിയ നെൽക്കതിർ, 7 പച്ചപിടിച്ച നെൽക്കതിർ. യൂസഫ് നബിയെ രാജാവ് പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു സ്വപ്നം കണ്ടപ്പോൾ രാജാവ് തന്റെ സഭയിൽ ചോദിച്ചു, ആരാണ് ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു തരിക? ഞാൻ ഇന്നലെ കണ്ട സ്വപ്നമാണ്. 7 തടിച്ച പശുക്കൾ 7 മെലിഞ്ഞ പശുക്കളെ തിന്നുന്നു. 7 പച്ച നെൽക്കതിരും 7 ഉണങ്ങിയ നെൽക്കതിരും. സദസ്സിൽ നിന്നൊരു സഹോദരൻ പറഞ്ഞു, യൂസഫ് നബിയുടെ കൂടെ മുമ്പ് ജയിലിലുണ്ടായിരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, യൂസഫർ എന്ന് പറയുന്ന നിങ്ങൾ ജയിലിലിട്ട ചെറുപ്പക്കാരനില്ലേ, സുന്ദരനായ ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഈ കാര്യത്തിന് വ്യാഖ്യാനം പറയാൻ കഴിയും, ഈ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ കഴിയും. യൂസഫ് നബിയെ ജയിലിൽ നിന്ന് കൊണ്ടുവന്നു രാജാവ്. യൂസഫ് നബിയോട് ചോദിച്ചു, എന്താണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? യൂസഫ് നബിയെ ഉപദ്രവിച്ച രാജാവാണ്. യൂസഫ് നബിക്ക് വേണമെങ്കിൽ കള്ളം പറയാമായിരുന്നു. യൂസഫ് നബി പറഞ്ഞില്ല. ഈ രാജ്യം നശിക്കട്ടെ എന്ന് യൂസഫ് നബി ആഗ്രഹിച്ചില്ല. മറിച്ച് യൂസഫ് സിദ്ദീഖ് അലൈഹിസ്സലാം, യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാവിനോട് പറഞ്ഞു, രാജാവേ, നമ്മുടെ രാജ്യമായ ഈജിപ്തിൽ ഒരു വരൾച്ച വരാനിരിക്കുന്നു. അതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. ഈ വരുന്ന 7 വർഷം സമ്പന്നമായിരിക്കും, അതിനുശേഷം വരുന്ന 7 വർഷം ദാരിദ്ര്യമായിരിക്കും രാജാവേ. അതുകൊണ്ട് യൂസഫ് നബി രാജാവിനോട് പറഞ്ഞു, ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി വഇന്നി ഹഫീദുൻ അലീം. ഈ സാമ്പത്തികമായിട്ടുള്ള ഈ മാന്ദ്യം, 7 വർഷത്തിന് ശേഷം വരാൻ പോകുന്ന നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന ഈ സാമ്പത്തിക മാന്ദ്യത്തിനെതിരെ ഇജ്അൽനി അലാ ഖസാഇനിൽ അർളി, ഈ ഈജിപ്തിന്റെ ഭൂമിയിലുള്ള വസ്തുക്കളുടെ അധികാരം നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. വഇന്നി ഹഫീദുൻ അലീം, ഞാൻ വിവരമുള്ളൊരു സൂക്ഷിപ്പുകാരനായിരിക്കും. യൂസഫ് നബിക്ക് വേണമെങ്കിൽ രാജാവിനെ പറ്റിക്കാമായിരുന്നു. യൂസഫ് നബിയുടെ ശത്രുവാണ് അസീസ് രാജാവ്. യൂസഫ് നബിയെ ജയിലിലിട്ട ക്രൂരനായ രാജാവാണ് അസീസ്. എന്നിട്ടും യൂസഫ് നബി അവിടെ വഞ്ചിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഒരു അമുസ്ലിമായ രാജാവിന്റെ കീഴിൽ ജീവിക്കാൻ യൂസഫ് നബി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകന് പ്രയാസങ്ങളില്ല. അമുസ്ലിമായ അസീസ് രാജാവിന്റെ കീഴിൽ സാമ്പത്തിക വകുപ്പ് ചോദിച്ചു വാങ്ങി അതിന്റെ ഉത്തരവാദിത്തമേൽക്കാൻ പ്രവാചകനായ യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മടിയില്ല. കാരണം രാജ്യത്തിന്റെ നന്മയാണ് ആ മനുഷ്യൻ, ആ പ്രവാചകൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് സലഫുകൾ, ഇങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ. അമുസ്ലിമിനെ എതിർക്കാനല്ല, ഒരു അമുസ്ലിം രാജ്യത്തെ തകർക്കാനല്ല. ആ രാജ്യത്തിന് എന്തെങ്കിലും പ്രയാസം വന്നപ്പോ അവിടെ ഭരിക്കുന്ന രാജാവ് എന്റെ എതിരാളിയായിട്ട് പോലും ആ രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി നിലകൊള്ളാനാണ് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തീരുമാനിക്കുന്നത്. അതാണ് അള്ളാഹുവിന്റെ തീരുമാനം യൂസഫിനോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ജനിച്ച നാം പറന്ന നാടിനെ എതിർക്കുന്നവരോ, ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരെ തിരിയുന്നവരോ, ആ രാജ്യത്തിന്റെ സാമ്പത്തിക അസമത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ ഒന്നുമാകാൻ പാടില്ല. അങ്ങനെയൊരു മാതൃക നമുക്ക് എവിടെ നിന്നും, പ്രവാചകന്മാരിൽ നിന്നോ മറ്റെവിടെ നിന്നോ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന ഈ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലൂടെയാണ് നമ്മൾ മുന്നേറുന്നത്. ലോകത്ത് ഇസ്ലാമിന്റെ
സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിന് പ്രതിരോധങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിലുമൊക്കെ അതിനുവേണ്ടി നിന്ന പ്രവാചകന്മാർ ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിന്നത്. ഒരു രാജ്യത്തെയും ആക്രമിക്കാനോ അനാവശ്യമായി ആക്രമിക്കാനോ അനർഹമായി അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കാനോ ഒരു പ്രവാചകനും കൽപ്പിച്ചിട്ടില്ല. മറിച്ച് ഈ ആദർശമുണ്ടായതിൻ്റെ പേരിൽ വലിയ പ്രതിസന്ധികൾ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് പ്രതിസന്ധികൾ ഉണ്ടായി. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജനങ്ങൾ ഒരു മണ്ണിൽ കുഴിച്ചു നിർത്തി അദ്ദേഹത്തിൻ്റെ തല മുതൽ അദ്ദേഹത്തിനെ വാളുകൊണ്ട് 2 ശരീരമാക്കി, 2 കഷ്ണമാക്കി. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജൂതന്മാരെ പേടിച്ച് മരത്തിന്റെ പൊത്തിൽ ഒളിച്ചിരുന്നപ്പോ ആ യഹ്യാ നബിയെയും മരത്തെയും 2 കഷ്ണമായി ഈർന്നു കളഞ്ഞു ജൂതന്മാർ. എല്ലാ കാലത്തും ഈ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രവാചകന്മാർക്കും പ്രവാചകന്മാരുടെ അനുയായികൾക്കും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ആ പ്രതിസന്ധികൾ ഒരിക്കലും അവരുടെ രാജ്യത്തിനെതിരെ തിരിയാൻ, ആ രാജ്യത്തിന്റെ നിയമത്തിനെതിരെ തിരിയാൻ, ആ രാജ്യത്തിലൊരു സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിലേക്ക് പോകാൻ മുസ്ലിങ്ങൾ ഒരിക്കലും പ്രേരിപ്പിച്ചിട്ടില്ല. അതാണ് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ബിലാൽ ഇബ്നു റവാഹിനും ഖബ്ബാബിനും യാസറിനും സുമയ്യ റളിയല്ലാഹു അൻഹും അജ്മഈൻ വലിയ പ്രയാസമുണ്ടായി. ഈജിപ്തിലെ ഫറോവ എന്ന് പറയുന്ന കിങ്കരന്റെ സ്വേച്ഛാധിപതിയുടെ കൊട്ടാരത്തിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. നമ്മളൊന്നും വിചാരിക്കരുത് നമുക്ക് വരുന്നതൊക്കെ വലിയ പരീക്ഷണമാണെന്ന്. ഇതിനും വലിയ പരീക്ഷണങ്ങൾ മുസ്ലിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഫറോവയുടെ കൊട്ടാരത്തിൽ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു, ഒരു സഹോദരി. ആ സഹോദരി ഫറോവയുടെ മകളുടെ മുടി ചീകിക്കൊണ്ടിരിക്കുകയാണ്. മുടി ചീകിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചീർപ്പ് നിലത്ത് വീഴുന്നു. ആ സമയത്ത് അവർ അല്ലാഹ് എന്ന് വിളിച്ചു. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് പറയുന്ന ഫറോവയുടെ മകൾ ചോദിച്ചു, എന്താണ് നീ വിളിച്ചത്? ആ സഹോദരി പറഞ്ഞു, ഞാൻ അള്ളയെയാണ് വിളിച്ചത്. ആ അള്ള മൂസ പറയുന്ന റബ്ബാണോ? ആ സഹോദരി പറയുന്നു, അതെ, മൂസ പറയുന്ന റബ്ബിനെയാണ് ഞാൻ വിളിച്ചത്. ഫറോവയുടെ മകൾ പറഞ്ഞു, നീ തിരുത്തുന്നോ? എന്റെ പിതാവാണ് രക്ഷിതാവെന്ന് അംഗീകരിക്കാതെ മൂസ പറയുന്ന രക്ഷിതാവിനെയാണ് നീ അംഗീകരിക്കുന്നത് എന്നുള്ള വാക്യമുണ്ടല്ലോ, അത് നീ തിരുത്താൻ തയ്യാറുണ്ടോ? ആ സഹോദരി പറഞ്ഞു, നീ നിന്റെ ഉപ്പയോട് പറയരുത്, ഞാൻ തിരുത്തില്ല, പക്ഷേ ദയവ് ചെയ്ത് നീ നിന്റെ ഉപ്പയോട് പറയരുത്. പക്ഷേ തിരുത്താത്തതിൻ്റെ പേരിൽ ഫറോവയുടെ മകൾ തൻ്റെ പിതാവിനോട് പോയി പറഞ്ഞു, എൻ്റെ വേലക്കാർ മുടി ചീകിക്കൊണ്ടിരിക്കെ ചീർപ്പ് നിലത്ത് വീണപ്പോ അവൾ അറിയാതെ മൂസയുടെ റബ്ബിനെ അള്ളയെ വിളിച്ചു പോയി. ഫറോവ ഈ സഹോദരിയെ വിളിച്ചു. ആരാണ് ഫറോവ? ഈജിപ്തിൻ്റെ ഭരണാധികാരി. ഈജിപ്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന അഹങ്കാരിയും സ്വേച്ഛാധിപതിയുമായ ഭരണാധികാരി. ഈ സഹോദരി ഒരു പാവപ്പെട്ട സഹോദരി, ആ കൊട്ടാരത്തിലൊരു വേലക്കാരി മാത്രം. അവരോട് ഫറോവ ചോദിച്ചു, നടന്നതെല്ലാം ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു, ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഫറോവ ചോദിച്ചു, ആ വിശ്വാസത്തിൽ നിനക്ക് മാറാൻ കഴിയുമോ? മൂസയുടെ റബ്ബിനെ അള്ളനെ വിളിച്ച ആ വിശ്വാസത്തിൽ നിന്ന് മാറി ഫറോവനെ നിനക്ക് വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്കതിന് കഴിയില്ല, പക്ഷേ എന്നെ ഉപദ്രവിക്കരുത്. ഫറോവ കൊടുത്ത ശിക്ഷ എന്താണെന്നറിയുമോ? ആ സഹോദരിക്ക് 4 മക്കളുണ്ടായിരുന്നു. നീ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല എങ്കിൽ ഇവിടെ ഞാൻ ഒരു വലിയ തീ കൂട്ടി അതിൽ എണ്ണ തിളപ്പിക്കും. ആ എണ്ണയിലേക്ക്, ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് നിന്റെ ഓരോ മക്കളെയും ഞാൻ എടുത്ത് വലിച്ചെറിയും. നീ മാറുന്നുണ്ടോ? ആ സഹോദരി പറഞ്ഞു, നിങ്ങളൊരിക്കലും അങ്ങനെ ചെയ്യരുത്, അള്ളയിൽ നിന്ന് മാറാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ക്രൂരനായ ഫറോവ 1ാമത്തെ കുട്ടിയെ ആ തിളക്കുന്ന എണ്ണയിലിട്ട് പൊരിച്ചു കളഞ്ഞു. അവർ വല്ലാതെ വേദനിച്ചു. അവരുടെ മകനാണ്, അവരുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ച് വളർന്ന കുട്ടിയാണ് ആ എണ്ണയിൽ കിടന്ന് തിളക്കുന്നത്. പക്ഷേ ആ സഹോദരി പതറിയില്ല. 2ാമതും അവരുടെ കുട്ടിയെയും 3ാമതും അവരുടെ കുട്ടിയെയും ആ എണ്ണയിലിട്ട് തിളപ്പിച്ചു കളഞ്ഞു, കരിച്ചു കളഞ്ഞു ഫറോവ. ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹു ശപിച്ച ഫറോവ കരിച്ചു കളഞ്ഞു. 4ാമത്തെ കുട്ടി എന്ന് പറയുന്നത് അവരുടെ മുലപ്പാൽ നുകർന്നുകൊണ്ടിരിക്കുന്ന, എപ്പോഴും അവരുടെ മാറത്ത് കിടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞാൻ.
ആ കുഞ്ഞിനെ ഫറോവയുടെ ഭടന്മാർ അവരുടെ മാറത്ത് നിന്ന് വലിച്ചെടുത്തപ്പോ അവരുടെ ഹൃദയം ഒന്ന് പതറി. ഈ വിശ്വാസത്തിൽ നിന്ന് മാറാൻ പറ്റുമോ എന്നുള്ള രൂപത്തിലുള്ള ഒരു ചലനം അവരുടെ വിശ്വാസത്തിലുണ്ടായപ്പോ അവരുടെ മാനസികാവസ്ഥ അവർ വീണ്ടെടുത്തു. ആ കുഞ്ഞിനെയും ഫറോവ കരിച്ചു കളഞ്ഞു എണ്ണയിലിട്ട്. ഇങ്ങനെ വിശ്വാസപരമായ നിരവധി പ്രതിസന്ധികൾ നേരിട്ടിട്ടാണ് ഫറോവയിലെ കൊട്ടാരത്തിലെ വേലക്കാർ മുതൽ ഈ വിശ്വാസവുമായിട്ട് വന്ന പ്രവാചകന്മാരടക്കം ഈ ലോകത്ത് പ്രബോധനം നടത്തിയത്. എന്നിട്ടും ഈ വിശ്വാസം വിജയിച്ചു. ഫറോവ പരാജയപ്പെട്ടു. അവനെ അള്ളാഹു ആ കടലിൽ മുക്കിക്കളഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും തന്റെ അനുചരന്മാരെയും അള്ളാഹു രക്ഷിച്ചു. എങ്ങനെ? ഇൻ തൻസുറുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. സത്യവിശ്വാസികളെ, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ പതറരുത്. സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. വയുസബ്ബിതു അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതത്തിൽ ഉറപ്പിച്ചു നിർത്തും. അതിനെന്ത് വേണം? മുൻഗാമികൾ സഞ്ചരിച്ച പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. ഹറാമുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹറാം എന്തായിരുന്നാലും വിശ്വാസപരമായ ശിർക്കൻ വിശ്വാസങ്ങൾ നമ്മുടെ അടുത്തുണ്ടാകാൻ പാടില്ല. അശ്ലീലതയും സംഗീതവും അതേപോലെ തന്നെ സീരിയലുകളും സിനിമയിലും കഴിയുന്നവനാകരുത് മുസ്ലിം. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് അതെല്ലാം ഹറാമാണ്. എന്താണോ സഹാബത്ത് അവരുടെ ജീവിതത്തിൽ മുൻഗാമികളായ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്നത്, ആ രൂപത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ഇതാണ് ശരിയായ മാർഗമെന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആരെന്തെല്ലാം പണിയെടുത്താലും ഇസ്ലാമിക പ്രബോധനത്തിനെതിരെയുള്ള ശക്തമായ പ്രതികരണങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക പ്രബോധകന്മാരെ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആ രാജ്യത്തിന്റെ കൂടെ നിന്ന് തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ സംസാരിച്ച സഹോദരന്മാരെയാണ് വേട്ടയാടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാകുമാറാവട്ടെ. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളെപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അത്തരം പ്രബോധകന്മാർക്കും അത്തരം സംവിധാനങ്ങൾക്കും അനുകൂലമായിക്കൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായി മതപ്രബോധനം നടത്താൻ ഭരണഘടന അംഗീകരിച്ചൊരു രാജ്യമാണ്. അവിടെ വന്ന് ഇന്ന വിശ്വാസമൊന്നും പറയരുത് എന്ന് പറയാൻ കഴിയുന്ന ആളുകളുടെ പരാജയത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഭീകരവാദവും തീവ്രവാദവും ഒരു കാലത്തും ഇസ്ലാമോ മുസ്ലിങ്ങളോ അംഗീകരിച്ചിട്ടില്ല. മറിച്ച് അവരുടെ ലക്ഷ്യം ഇസ്ലാമിക പ്രബോധനം തകർക്കുകയാണ്. ആ ഇസ്ലാമിക പ്രബോധനം തകർക്കുന്ന അവസ്ഥ വരുമ്പോ അവിടെ നമ്മൾ നിയമപരമായ വശങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കണം. ഈ പ്രതിസന്ധി നമുക്ക് മാത്രം വന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകന്മാർക്കും അതേപോലെ തന്നെ അവരുടെ അനുയായികൾക്കും അവരുടെ വേലക്കാരികൾക്കും അതേപോലെ തന്നെ അവരുടെ നാട്ടുകാർക്കുമൊക്കെ വന്ന പ്രയാസങ്ങളാണ്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. ആദ്യമായിട്ട് ഈ മതത്തിൽ മുൻകടന്ന ആളുകൾ മുഹാജിറുകളിൽ നിന്നും അൻസാരികളിൽ നിന്നും അവരെ നല്ല നിലക്ക് പിന്തുടർന്നവരും ആരാണോ റളിയല്ലാഹു അൻഹും വറളൂ അൻ, അവർ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ മതത്തിൽ ആദ്യം മുൻകടന്നവർ മുഹാജിറുകളും അൻസാരികളുമാണ്. റളിയല്ലാഹു അൻഹും, അവർ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളൂ അൻ, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവരുടെ മാർഗത്തിലാണ് സഹോദരന്മാരെ, അവരുടെ മാർഗത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സഞ്ചരിക്കേണ്ടത്. വേറെ ഏത് കുറുക്കു വഴികളിലൂടെ നമ്മൾ പോയാലും നമ്മൾ രക്ഷപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി പറഞ്ഞു, ലയഅതിയന്ന അലാ ഉമ്മത്തി മാ അതാ അലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽ സമൂഹത്തിന് എന്തെല്ലാം വന്നിട്ടുണ്ടോ അതെല്ലാം എൻ്റെ സമൂഹത്തിനും വരും. ഹദ്വൻ നഅലി ബിൻ നഅൽ,
ഹത്താ ഇൻ കാന ബൈനഹും മൻ അതാ ഉമ്മഹു അലാനിയ ലകാന ഫീ ഉമ്മതി മൻ യസ്നഉ ദാലിക്. ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ഒരു വൃത്തികെട്ടവൻ തൻ്റെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സമൂഹത്തിലും അത്രം വൃത്തികെട്ടവന്മാർ എൻ്റെ സമൂഹത്തിലും ഉണ്ടാകും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, വ ഇന്ന ബനി ഇസ്രായീല തഫറഖത് അലാ 72 മില്ല. ബനൂ ഇസ്രായേൽ സമൂഹം 72 കക്ഷികളായിട്ട് ഭിന്നിച്ചു പോയി. വതഫതരിഖു ഉമ്മത്തി അലാ 73 മില്ല. എൻ്റെ സമൂഹം 73 കക്ഷികളായിട്ട് വിഭജിക്കപ്പെടും. റസൂലുള്ളാഹി പറയാണ്, ബനൂ ഇസ്രായേൽ സമൂഹത്തിന് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം എൻ്റെ സമൂഹത്തിനും സംഭവിക്കും. ബനൂ ഇസ്രായേൽ സമൂഹത്തിൽ ഒരു വൃത്തികെട്ടവൻ തൻ്റെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വൃത്തികെട്ടവന്മാർ എൻ്റെ സമൂഹത്തിലും ഉണ്ടാവും. ബനൂ ഇസ്രായേൽ സമൂഹം 72 കക്ഷികളായിട്ട് ഭിന്നിച്ചു. എൻ്റെ സമൂഹം 73 കക്ഷികളായിട്ട് ഭിന്നിക്കും. ഭിന്നിക്കൂല എന്നല്ല പറയുന്നത്, ഭിന്നിക്കും. എന്നിട്ടോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, കുല്ലുഹും ഫിന്നാർ. ആ 73 കക്ഷികളും നരകത്തിലാണ്. എൻ്റെ സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചു പോയ ഈ കക്ഷികളെല്ലാം നരകത്തിലാണ്. ഇല്ലാ മില്ലത്തം വാഹിദ. ഒരു കക്ഷികൾ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കക്ഷികളെല്ലാം 72 കക്ഷികളും നരകത്തിലാണ്. ഖാലൂ, സഹാബത്ത് ചോദിച്ചു, അമൻ ഹിയ യാ റസൂലല്ലാഹ്, ഈ 73-ൽ ഒരു കക്ഷിയാണല്ലോ സ്വർഗത്ത് പോവുക, അതാരാണ് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ അന അലൈഹി വഅസ്ഹാബി. റസൂലുള്ളാഹി പറയുന്നു, ആ വിഭാഗത്തിന്റെ അടയാളം മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏത് മാർഗത്തിലായിരുന്നോ ആ മാർഗം സ്വീകരിച്ചവരാണ് സ്വർഗത്തിൽ പോവുക. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുസ്ലിം സമൂഹം ഭിന്നിക്കും. ബനൂ ഇസ്രായേൽ സമൂഹം 72 ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ സമൂഹം 73 ആകും. അതിൽ നിന്ന് കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്ത വാഹിദ, എല്ലാവരും നരകത്തിലാണ് ഒരു സംഘം ഒഴികെ. ഫമാഹിയ യാ റസൂലല്ലാഹ്, ആ സംഘം ഏതാണ് റസൂലേ? റസൂലുള്ളാഹി മറുപടി പറയുന്നു, മാ അന അലൈഹി വസഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏത് വിശ്വാസത്തിലായിരുന്നോ ആ വിശ്വാസം സ്വീകരിച്ചവരാണ് സ്വർഗത്തിൽ പോവുക. അപ്പൊ മുസ്ലിങ്ങൾക്ക് കക്ഷികളും വിഭാഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗും അതേപോലെ തന്നെയുള്ള എല്ലാ ആവാന്തര വിഭാഗങ്ങളും മുസ്ലിങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ അതിൽ ബേജാറാവണ്ട. സുന്നി ഉസ്താദും പറയുന്നത്, മുജാഹിദ് ഉസ്താദും പറയുന്നത്, ജമാഅത്തുകാരനും പറയുന്നതും ഓതുന്നതും ഖുർആനും ഹദീസും അല്ലേ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളെന്താ നോക്കേണ്ടത്? നിങ്ങൾ ചെയ്യുന്ന ആ കർമ്മം റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആ ചെയ്യുന്ന കർമ്മം സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യുക. അവർ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. എത്രയും എളുപ്പമാണ്, ബേജാറാകാനൊന്നുമില്ല. നബിദിനം പ്രവാചകൻ കഴിച്ചോ, നമ്മളും കഴിക്കണം. സഹാബത്ത് കഴിച്ചോ, നമ്മളും കഴിക്കണം. കഴിച്ചിട്ടില്ലേ? മാ അന അലൈഹി വസഹാബി, ഞാനും എൻ്റെ സഹാബത്തും ചെയ്തെങ്കിൽ നിങ്ങളും ചെയ്യണം. ഖബർ കെട്ടിപ്പൊന്തിക്കൽ റസൂലുള്ളാഹി മരിച്ചപ്പോ, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോ അനവധി സഹാബത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ രക്തസാക്ഷികൾ, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, മിസ്അബ് ഇബ്നു ഉമൈർ തുടങ്ങിയ മഹാന്മാരായ സഹാബത്ത്, അതേപോലെ തന്നെ 70ഓളം സഹാബത്ത് ഉഹദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ രക്തസാക്ഷികളായി. മദീന പള്ളിയിൽ നിന്ന് ഉഹദിലേക്കുള്ള ദൂരം വാഹനത്തിൽ പോവുകയാണെങ്കിൽ 5 മിനിറ്റാണ് ഇന്നത്തെ സമയം. അക്കാലത്ത് നടന്നു പോവുകയാണെങ്കിൽ ഏറി വന്നാൽ ഒരു അരമണിക്കൂർ റസൂലുള്ളാഹിക്ക് മദീന പള്ളിയിൽ ഉഹദിലെത്താം. അവിടെ പോയിട്ട് നബി നേർച്ച കഴിച്ചോ? ഹംസയുടെ ഖബർ കെട്ടിപ്പൊന്തിക്കയോ? മിസ്അബിന്റെ ഖബർ കെട്ടിപ്പൊന്തിച്ചോ? അവിടെ ഉറൂസ് കഴിച്ചോ? മാ അന അലൈഹി വസഹാബി, ആരാണ് സ്വർഗത്തിൽ പോവുക? ഞാനും എൻ്റെ സഹാബത്തും. മറിച്ച് നമ്മുടെ നാട്ടുകളിൽ എത്ര ഖബറുകൾ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മദീനയിൽ ജീവിച്ചപ്പോ, മക്കയിൽ ജീവിച്ചപ്പോ ഏതെല്ലാം ഖബറുകളാണ് കെട്ടിപ്പൊക്കിയത് ഉസ്താദേ എന്ന് ചോദിച്ചാൽ, ഇന്നിന്ന ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് സഹോദര എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ ഉസ്താദന്മാർക്ക് കഴിയുമോ? റസൂലുള്ള മക്കയിലും മദീനയിലും ഏതെല്ലാം ഖബറുകളിലാണ് ഉറൂസ് കഴിച്ചതെന്ന് ചോദിച്ചാൽ, ഇന്നിന്ന ഖബറുകളിലൊക്കെ മക്കളെ ഉറൂസ് കഴിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമ്മുടെ ഉസ്താദന്മാർക്ക് കഴിയുമോ?
മാ അന അലൈഹി വസഹാബി. അതുകൊണ്ട് സഹോദരന്മാരെ, മുസ്ലിങ്ങൾ ഭിന്നിച്ചതിൻ്റെ പേരിൽ നമ്മൾ വിഷമിക്കാതെ ഞാൻ ഏത് മാർഗത്തിൽ നിൽക്കണം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ നിൽക്കുന്നത് പ്രവാചകൻ ചെയ്ത മാർഗം, സഹാബത്ത് ചെയ്ത മാർഗം. മുസ്ലിങ്ങളോട് നമുക്ക് അത്രേ പറയാനുള്ളൂ. നമ്മൾ മുജാഹിദായി അതല്ലെങ്കിൽ സലഫിയായി ഇതൊരു ഭീകരതയ്ക്ക് വേണ്ടി വേറെന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയതല്ല. മുസ്ലിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കാൻ, മുസ്ലിങ്ങളുടെ ആശയും കീശയും കണ്ടു നടക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവരുടെ ലലാലത്തിലേക്ക് അവരെ വഴിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തി അവരെ സ്വർഗത്തിലേക്ക് നയിക്കാൻ. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് സലഫികളുടെ ലക്ഷ്യം. അതാണ് ഇസ്ലാഹികളുടെ ലക്ഷ്യം. നമ്മൾ ആരോടും ഒന്നും ചോദിക്കുന്നില്ല. ആരുടെയും സമ്പത്തോ ആരുടെയും അധികാരമോ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് സമൂഹം നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മാ അന അലൈഹി വസഹാബി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഞാനും എൻ്റെ സഹാബത്തും ചെയ്യാത്തതൊന്നും നിങ്ങൾ ചെയ്യരുത്. നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ ദീന് കൊണ്ട് നടന്നത് അങ്ങനെ കൊണ്ട് നടക്കുക. എത്ര എളുപ്പമാണ് മതം എന്ന് പറഞ്ഞാൽ. ഒറ്റ സിമ്പിള്. ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത് ഒരു വാചകത്തെ പറഞ്ഞാൽ ഈ ദീന് ഇറക്കിയതാരാ? അള്ളാഹ് ആർക്കൊക്കെ ഇറക്കി? റസൂലുള്ളാഹിക്ക് ഇറക്കി. റസൂലുള്ളാഹി ആർക്ക് കാണിച്ചു കൊടുത്തു? സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രവർത്തനത്തിൽ കാണിച്ചു. അത് നമ്മൾ പ്രവർത്തിക്കുക. ആ കാലത്ത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുക. ആ കാലത്തില്ലാത്തതൊന്നും നമ്മൾ എന്തായിരിക്കുക? ചെയ്യാതിരിക്കുക. വളരെ സിമ്പിളല്ലേ? എന്തിനാ മുസ്ലിം സമൂഹം ഭിന്നിച്ചു പോയത്? അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതാണല്ലോ സിമ്പിള്. പിന്നെ ഓരോരുത്തരും അവനാൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഈ പള്ളിയിൽ കൂടി നമ്മൾ 50 ആൾ കൂടിയാൽ നമ്മളൊന്നും ഉണ്ടാക്കുക, അപ്പുറത്തെ പള്ളിയിലെ ആൾക്കാർ ചേർന്ന് 60 ആൾ കൂടിയാൽ അവരൊരു അതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. കാരണം അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, അള്ളാഹുവിൻ്റെ റസൂലിന് ഖുർആൻ ഇറങ്ങി ഈ മതം നാം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഈ മതം പൂർത്തീകരിച്ചു, ഇതിലൊന്നും ചേർക്കാൻ പാടില്ല. കാരണം ഈ മതത്തിൽ എല്ലാം സമാവിയാണ്. ആകാശലോകത്ത് ഇതിലൊന്നും ചെറുതാണെന്ന് പറഞ്ഞാൽ നമുക്ക് തട്ടിക്കളയാൻ പറ്റൂല. നമ്മുടെ ചില സഹോദരന്മാരുണ്ട്, അതൊന്നും സാരല്ലാന്നേ, അതിപ്പോൾ കുറച്ച് ഇതല്ല, അതൊന്നും പ്രശ്നമല്ലാന്നേ. അല്ല, റസൂലുള്ള ഒരു യാത്രയിലാണ്. യാത്ര പോയിക്കൊണ്ടിരിക്കുക, യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോൾ ഒരു വെള്ളത്തടാകം കണ്ടപ്പോൾ അവരെല്ലാവരും ഒളു എടുക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഒളു എടുത്ത ആളുകൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നബി ഒട്ടകപ്പുറത്ത് കയറി പറയാണ്, വൈലുലില്ല അഖാബി മിനന്നാർ, വൈലുലില്ല അഖാബി മിനന്നാർ, വൈലുലില്ല അഖാബി മിനന്നാർ. 3 പ്രാവശ്യം ഒരു കാര്യം നബി ആവർത്തിക്കണമെങ്കിൽ ആ കാര്യത്തിൻ്റെ ഗൗരവം പറയാൻ. സഹാബത്ത് ചോദിച്ചു, എന്താണ് റസൂലേ? ചില ആളുകൾ കാല് കഴുകിയപ്പോൾ ഒന്നെടുക്കുക, നമ്മൾ കാല് കഴുകൂലേ, അവരുടെ നെരിയാണിൻ്റെ ഒരു ഭാഗം എന്തായിട്ടില്ല, നനഞ്ഞിട്ടില്ല. അപ്പം നബി പറയുന്ന വാക്കെന്താ? വൈലുലിൽ അഖാബി മിനന്നാർ. നിങ്ങളുടെ നെരിയാണികളെ നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. നിങ്ങളുടെ നെരിയാണികളെ നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. നിങ്ങളുടെ നെരിയാണികളെ നിങ്ങൾ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ആരാണ് ഈ പോണത്? യുദ്ധത്തിന് പോകുന്ന കാല് ഇസ്ലാമിന് വേണ്ടി, തല ഇസ്ലാമിന് വേണ്ടി, കൈ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം കൊടുക്കാൻ പോകുന്ന സഹാബത്താണ്. അവരോടാണ് അവരുടെ കാലുകൾ കുറച്ച് നനഞ്ഞില്ല എന്ന് കണ്ടപ്പോ അതിൻ്റെ ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെടുത്ത് ചില ആളുകൾ വരും, അത് സാരല്ലാന്നേ, ഇത് സാരല്ലാന്നേ. എല്ലാം സാരമാണ് സഹോദരന്മാരെ, എല്ലാം സാരമാണ്, എല്ലാം ഗൗരവമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ-അസ്ഫലു മിനൽ ഖഅബൈനി ഫിന്നാർ. നീ നിന്റെ പാന്റ് ധരിക്കുമ്പോ, നിന്റെ തുണി എടുക്കുമ്പോ എന്താണോ നിന്റെ നെരിയാണിന്റെ താഴേക്ക് ഇറങ്ങിക്കിടക്കുന്നത്, നെരിയാണിക്ക് താഴെയും ഇറങ്ങിക്കിടക്കുന്നത്, വഹുവ ഫിന്നാർ, അത് നരകത്തിലാണ്. അഷ്റഫുൽ ഹഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നമ്മുടെ നെരിയാണിക്ക് മുകളിൽ നമ്മളൊന്ന് പാന്റ് കയറ്റി വെച്ചാ, എന്താണെന്ന് തുണി എടുക്കുമ്പോൾ ഒന്ന് കയറ്റി വെച്ചാ നമുക്കെന്താ പ്രശ്നം? അപ്പൊ ചില ആൾക്കാർ അതൊക്കെ ഒന്നും സാരില്ലാന്നേ. അപ്പൊ ഈ നാറ് എന്ന് പറഞ്ഞത് എവിടെ കൊണ്ടുവെക്കും നമ്മൾ? മാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ. നെരിയാണിക്ക് കീഴെയുള്ളത് നരകത്തിലാണ്, നരകത്തിലാണെന്ന് പറഞ്ഞ ഈ ഹദീസ്, ബുഖാരിയും മുസ്ലിമും ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസ് നമ്മളവിടെ കൊണ്ടുവെക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ദീനിൽ ഒന്നിനെയും നമ്മൾ നിസ്സാരമായി കാണരുത്. എല്ലാം ഗൗരവത്തോടു കൂടി. അങ്ങനെയായിരുന്നു സഹാബത്ത്. ഒരിക്കൽ നബി ഇങ്ങനെ ഖുത്ബ പറയുമ്പോൾ, ഖുത്ബയിൽ നബി ഇജ്ലിസു എന്ന് പറഞ്ഞു. ഇജ്ലിസു എന്ന് പറഞ്ഞാൽ എന്താ? ഇരിക്കാന്ന്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറിയിട്ടില്ല. സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രസംഗത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ
ആ നിൽക്കണോ ഇരിക്കേണ്ട കാര്യമില്ല. ഞാൻ പ്രസംഗത്തിൻ്റെ ഒരു വാക്കം പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വിഷയസംബന്ധമായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ നബി ഖുത്ബ നടത്തിയപ്പോൾ ഇജ്ലിസു എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസൂദ് പുറത്തായിരുന്നു. ഇപ്പം അവിടെ തന്നെ ഇരുന്നു. ആ ഒരു സുന്നത്ത് നബി എന്നോടൊറ്റാണോ ഇരിക്കാൻ പറഞ്ഞത് എന്നുള്ള നിലക്ക് അത് ആലോചിക്കുക പോലും ചെയ്യാതെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ദീനിൽ എന്താണോ പറഞ്ഞത് അത് നേരിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം. ഈ ആയത്ത് സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് വായിക്കണം. വമാ കാന ലിമുഅ്മിനിൻ, ഒരു സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിനിയായ സഹോദരിക്ക് യോജിച്ചതല്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവന്റെ പ്രവാചകനും ഒരു കാര്യം തീരുമാനിച്ചാൽ, അൻ യകൂന ലഹുമുൽ ഖീറത്തു മിൻ അംരിഹിം, അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അവർക്കതിലെന്തില്ല, ഒരു തീരുമാനം എടുക്കാനുള്ള വകുപ്പില്ല. പിന്നെ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ചോയ്സ്, എൻ്റെ ഇഷ്ടം അതാണ് എന്ന് പറയാൻ വകുപ്പില്ല. അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ. എന്നിട്ട് ഖുർആൻ പറയുന്നു, വമൻ യഅസില്ലാഹ വറസൂലഹ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആരെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ ഫഖദ് ളല്ല ളലാലൻ മുബീന, അവൻ വ്യക്തമായ വഴികേടിലാണ്. അപ്പൊ അള്ളാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കതിലൊരു ഖീറത്തില്ല. അത് അങ്ങനെ ആയിക്കൂടെ? അവരെ കൊണ്ടുവരാനല്ലേ, ഇവരെ സോപ്പാക്കാനല്ലേ? വല ഖീറ, അവർക്കൊരു ഖീറത്ത്, അവർക്കൊരു ചോയ്സ്. ഖീറത്ത് പറഞ്ഞ ചോയ്സ് എന്നാണ്. പിന്നെ നമുക്കതിലൊരു തീരുമാനം പറയാനോ നമുക്കതിലൊരു ചർച്ച ചെയ്യാനോ നമുക്ക് വകുപ്പില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചു. അനുസരണക്കേടിൻ്റെ ഫലമായി ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇനി ആ സ്വർഗത്തിലേക്ക് ആദമിൻ്റെ മക്കൾക്ക് തിരിച്ചെത്തണമെങ്കിൽ ചില വിശ്വാസങ്ങളും ചിട്ടകളും ആചാരങ്ങളും പാലിക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ റസൂലിന് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് ശരിയായ മാർഗം, ഫത്തബിഉ, ഈ ഇസ്ലാമിൻ്റെ മാർഗത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അങ്ങനെ റസൂലുള്ളയും സഹാബത്തും നമുക്ക് കാണിച്ചു തന്ന ഈ മാർഗം, അതാണ് മുൻഗാമികളുടെ സലഫുകളുടെ മാർഗം. ആ മാർഗമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ സമയത്ത് അങ്ങനെ പിൻപറ്റുന്നവനെയാണ് സലഫി, അതല്ലെങ്കിൽ മുൻഗാമികളെ പിൻപറ്റുന്നവൻ എന്ന് ഭാഷയിൽ നമ്മൾ പറയുന്നത്. ആ മാർഗത്തിലാണ് നമ്മൾ മുന്നേറേണ്ടത്. ആ മാർഗത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് പ്രവാചകന്മാരും അതേപോലെ തന്നെ സാധാരണക്കാരും ഇസ്ലാമിൽ അനുഭവിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ്. ഈ സമൂഹത്തിൽ ഏത് മാർഗം നമ്മൾ പിന്തുടരണം? നബി പറഞ്ഞു, എൻ്റെ സമൂഹത്തിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് സംഭവിച്ചതെല്ലാം സംഭവിക്കും. അവർ 72 ഞാൻ 73 എൻ്റെ സമൂഹം. അതിൽ എൻ്റെയും ഞാനും എൻ്റെ സഹാബത്തും നടന്ന മാർഗത്തിൽ സഞ്ചരിച്ചവരാണ് വിജയിച്ചവർ. അങ്ങനെ വിജയിക്കുമ്പോൾ അള്ളയും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ നമുക്കതിൽ യാതൊരു തിരഞ്ഞെടുക്കാനുള്ള അവകാശവുമില്ല. അങ്ങനെ ജീവിക്കുന്ന, ഇസ്ലാമിനെ സൂക്ഷ്മമായി ജീവിതത്തിൽ പകർത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മുൻഗാമികളുടെ മാതയിൽ സഞ്ചരിക്കുന്ന, സ്വർഗത്തിലെത്തുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഇൽമിൻ്റെ മജ്ലിസിനെ, ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളിലേക്ക് ഈ പ്രകാശം, നമ്മുടെ ദഅവത്തിൻ്റെ ഈ ദുആയുടെ പ്രകാശം അള്ളാഹു എത്തിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അസുഖം കൊണ്ടും പ്രയാസം കൊണ്ടും കഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് അകന്നു കഴിയുന്ന നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവരെ എല്ലാവരെയും അള്ളാഹു ജിന്ന് മനുഷ്യ പിശാചുക്കളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. കടബാധ്യത കൊണ്ടും കുടുംബപരമായ പ്രശ്നങ്ങൾ കൊണ്ടും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന സഹോദരന്മാർക്ക് അള്ളാഹു വിശാലത പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ വറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരന്മാരെ, 1-2 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഒന്ന്, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ കുറച്ചു കാലം ഇങ്ങനെ ഭിന്നിച്ചു നിന്നതിന് ശേഷം ഐക്യപ്പെട്ട വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതിയായിരുന്നു അത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ
മഹത്തായ ഫضل കൊണ്ട് നമ്മൾ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക്, പഴയ ആ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഈസ്റ്റേൺ പ്രൊവിൻസിലുള്ള ഒരു സംഗമം ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ ജുബൈൽ ദമാം ഹൈവേയിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും അത് അറിഞ്ഞിരിക്കും. നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ് ഒരിക്കൽ കൂടി. അതേപോലെ നമുക്ക് ഇന്ന് ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ഇദ്രീസ് ലാഹി അവർകളാണ്. അദ്ദേഹത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ സംഗമത്തിൽ ഇവിടെ എത്തിയ എല്ലാ ആളുകൾക്കും എൻ്റെ പേരിലും ഈ ഹിദായ ജാലിയാത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.